അമൃതതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആസ്വാദനത്തില് ഒരു ഗുണപാഠ കഥയാവാം. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 ആൺമക്കളായിരുന്നു. അങ്ങനെ ആ ആൺകുട്ടികൾ വളർന്നു കഴിഞ്ഞപ്പോൾ രാജാവിന് ഒരു സംശയമായി, ഈ 3 പേരിൽ ആരെ രാജാവാക്കണമെന്ന്. രാജാവ് അതിനിപുണനായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം മന്ത്രിമാരുണ്ടായിരുന്നു, പണ്ഡിത സദസ്സുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭരണം പ്രജകളെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു. രാജാവിന് ആകെ ഒരു ശങ്ക, ഈ മക്കളിൽ ആരെ രാജാവാക്കി അഭിഷേകം ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ രാജാവ് തീരുമാനിച്ചു, മക്കളോട് ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് ബുദ്ധിപരമായി ഉത്തരം നൽകുന്ന ആളിനെ രാജാവായി അഭിഷേകം ചെയ്യാം എന്ന് രാജാവ് കരുതി. അങ്ങനെ ഒരു ദിവസം ആദ്യത്തെ മകനോടായി രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇങ്ങനെയായിരുന്നു. അതായത്, നമ്മുടെ ഈ രാജകൊട്ടാരത്തില് ഒരാള് വലിയൊരു കുറ്റകൃത്യം ചെയ്യുന്നു. അങ്ങനെ അയാളെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അയാൾക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? അപ്പോൾ ഈ 1ാമത്തെ മകൻ പറഞ്ഞു, അയാൾ കുറ്റം ചെയ്തവനല്ലേ, അതും ഈ രാജഭരണത്തിനോട് തന്നെ അയാൾ നിന്നയല്ലേ കാണിച്ചത്. അങ്ങനെയെങ്കിൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കണം. അങ്ങനെ 2ാമത്തെ ദിവസം രാജാവ് 2ാമത്തെ മകനെ വിളിച്ചു. എന്നിട്ട് ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. അപ്പോൾ 2ാമത്തെ മകൻ പറഞ്ഞു, അപരാധിയായ അയാളെ വധശിക്ഷയ്ക്ക് എന്തായാലും വിധിക്കണ്ട. അയാളുടെ കൈകൊണ്ടല്ലേ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ആ അപരാധിയുടെ കൈ വെട്ടിക്കളയുക. 3ാമത്തെ ദിവസം രാജാവ് തന്റെ 3ാമത്തെ മകനെ വിളിച്ചു. ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ 3ാമത്തെ മകൻ പിതാവിനോട് പറഞ്ഞു, ഈ കുറ്റം ചെയ്ത ആൾ എന്തിനാണ് കുറ്റം ചെയ്തതെന്ന് അച്ഛൻ അന്വേഷിച്ചില്ല. അപ്പോൾ അയാളെ എങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കും? അയാളുടെ കൈ എങ്ങനെ വെട്ടിക്കളയും? ഞാൻ അച്ഛനോട് ഒരു കഥ പറയാം എന്ന് പറഞ്ഞ് ഈ 3ാമത്തെ മകൻ രാജാവിനായ തന്റെ പിതാവിനോട് ഒരു കഥ പറയുകയാണ്. ഇവർ ഇങ്ങനെ കുട്ടിക്കാലം മുതലേ രാജകൊട്ടാരവും രാജകുടുംബവും സദസ്സും പണ്ഡിതന്മാരെയും ഒക്കെ കണ്ടുകൊണ്ട് ഈ മകൻ പറഞ്ഞ കഥയും അതിനോടനുബന്ധമായ ഒരു കഥ തന്നെയായിരുന്നു. കഥ ഇങ്ങനെയാണ് ആ മകൻ പറഞ്ഞത്. ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാളുടെ രാജസഭ നമ്മുടെ രാജസഭ പോലെ തന്നെ അതിനിപുണന്മാരായ പണ്ഡിതന്മാരും അതിശ്രേഷ്ഠന്മാരായ മന്ത്രിമാരും പ്രജകളും ഒക്കെ നിറഞ്ഞ ഒരു വലിയ രാജസഭ തന്നെയാണ് ആ രാജാവിന്. പക്ഷെ ഒരു പ്രത്യേകതയുള്ളത്, രാജാവിന്റെ ഈ രാജസഭയിൽ ഒരു തത്തയുണ്ട്. ആ തത്തയാവട്ടെ നല്ല മധുരവാണിയായ ഒരു തത്തയാണ്. തത്തയ്ക്ക് അതീവ ബുദ്ധിയാണ്, ബുദ്ധിമതിയായ ഒരു തത്ത. രാജകൊട്ടാരത്തിലെ എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും അതിനൊരു തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ തത്തയാവും ആദ്യം അതിനുള്ള മറുപടിയും അല്ലെങ്കിൽ അതിനുള്ള ഒരു തീരുമാനവും ഒക്കെ അറിയിക്കുക. അത്ര ബുദ്ധിമതിയായ തത്ത, മധുരവാണിയായ ഈ തത്ത രാജാവിന് വളരെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ മറ്റു പ്രജകൾക്കാവട്ടെ, സദസ്സിലെ മന്ത്രിമാർക്കാവട്ടെ, പണ്ഡിതന്മാർക്കാവട്ടെ, എല്ലാവർക്കും തത്ത പ്രിയപ്പെട്ടവളാണ്. രാജാവിന് തത്തയില്ലാതെ ഒരു ദിവസം പോലും ഉറങ്ങാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് തത്തയ്ക്കും. അങ്ങനെ കുറച്ചു നാളുകൾ മുന്നോട്ട് പോയപ്പോൾ തത്തയ്ക്ക് തോന്നി, തന്റെ വീട്ടുകാരെയൊക്കെ കണ്ടിട്ട് കുറെ കാലമായല്ലോ, രാജാവിനോട് അനുവാദം ചോദിച്ചിട്ട് ഒരു 3-4 ദിവസം നാട്ടിലേക്കൊന്ന് പോയി വീട്ടുകാരെയൊക്കെ കണ്ട് കൂട്ടുകാരെയൊക്കെ കണ്ട് മടങ്ങി വരാം. അങ്ങനെ രാജാവിനോട് തത്ത അഭ്യർത്ഥിക്കുന്നു.
രാജാവ് മനസ്സില്ലാ മനസ്സോടെ പറയുന്നു, നീ 4 ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വരണം എന്ന് അനുവാദം കൊടുത്ത് തത്ത തന്റെ നാട്ടിലേക്ക് പോയി. അങ്ങനെ നാട്ടിലെത്തി 3-4 ദിവസം വീട്ടുകാരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞതിന് ശേഷം മടങ്ങി രാജകൊട്ടാരത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ തത്തയുടെ ബന്ധുക്കളൊക്കെ ചോദിച്ചു, നീ ഇത്രയും കാലം ആ രാജകൊട്ടാരത്തിൽ രാജാവിനൊപ്പം കഴിഞ്ഞതല്ലേ, രാജാവിന് നീ അത്ര പ്രിയപ്പെട്ടവളല്ലേ, അപ്പോൾ മടങ്ങി പോകുമ്പോൾ നിന്റെ നാട്ടിൽ നിന്നും രാജാവിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോകണ്ടേ? അപ്പോൾ തത്ത ആലോചിച്ചു, ശരിയാണല്ലോ, രാജാവിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോകാം. അങ്ങനെ അതിശ്രേഷ്ഠമായ ഒരു സമ്മാനം തത്തയുടെ മനസ്സിൽ കണ്ടു. ആ കുന്നിന്റെ മുകളിൽ ഒരു അമൃതഫലം ഉണ്ടാകുന്ന വൃക്ഷമുണ്ട്. അമൃതഫലത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ആ ഫലം കഴിച്ചാൽ എത്ര വയസ്സായ ആളാണേലും എത്ര ബലഹീനതയുള്ള ആളാണേലും ആ ആള് ചെറുപ്പമായി ഊർജ്ജസ്വലനായി മാറുന്ന അമൃതഫലമാണത്. അങ്ങനെ തത്ത വിചാരിച്ചു, ഇത് തന്നെ ആവട്ടെ എന്റെ സമ്മാനം രാജാവിനുള്ളത്. അങ്ങനെ ആ കുന്നിൻ മുകളിലേക്ക് പറന്നുപോയി ആ വൃക്ഷത്തിൽ നിന്നും ഒരു അമൃതഫലം പൊട്ടിച്ചെടുത്ത് തത്ത രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പറക്കുകയാണ്. കടലൊക്കെ താണ്ടി വേണം തത്ത പറന്ന് രാജകൊട്ടാരത്തിലെത്താൻ. അങ്ങനെ അനേക ദൂരം പറന്ന് തത്ത ആകെ ക്ഷീണിതയായി. തത്ത വിചാരിച്ചു, കുറച്ചു നേരം വിശ്രമിക്കാം. അങ്ങനെ വഴിയിൽ കണ്ട ഒരു വൃക്ഷത്തിൽ തത്ത ഈ അമൃതഫലവുമായി അവിടെ ഒരു കൊമ്പിലിരുന്നു. ആ കാലിൽ ആ അമൃതഫലം ഞെരുക്കി പിടിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ ക്ഷീണിച്ച അവശയായ തത്ത ഉറങ്ങിപ്പോയി. ആ വൃക്ഷത്തിൽ ഒരു പാമ്പ് ഉണ്ടായിരുന്നു. പാമ്പ് നോക്കുമ്പോൾ തത്തയുടെ കാലിൽ അമർത്തി പിടിച്ചൊരു എന്തോ വെച്ചിരിക്കുന്നു. പാമ്പ് അടുത്തേക്ക് ഇഴഞ്ഞു വന്ന് ആ ഫലത്തിൽ ഒന്ന് കൊത്തി നോക്കിയപ്പോൾ പാമ്പിനതത്ര രുചിയായി തോന്നിയില്ല. പാമ്പ് ഇഴഞ്ഞ് പോവുകയും ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ തത്ത ഉണർന്നു. തത്ത വീണ്ടും പറന്നു തുടങ്ങി അമൃതഫലവുമായി. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിലെത്തിയ തത്തയെ കണ്ട് കൊട്ടാരത്തിലുള്ള എല്ലാവരും ആർപ്പ് വിളിച്ചു, ആ രാജാവിന്റെ തത്ത ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആഹാ, എന്തോ കരുതിയിട്ടുണ്ടല്ലോ രാജാവിനായിട്ട് തത്ത. രാജാവിന്റെ അടുത്തേക്ക് തത്ത ഈ അമൃതഫലവുമായി എത്തിയിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങേക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. രാജാവിന്റെ കൈകളിലേക്ക് തത്ത ഈ അമൃതഫലം എടുത്തു നൽകുമ്പോൾ അടുത്തു നിന്ന മന്ത്രിക്ക് പെട്ടെന്ന് എന്തോ അമൃതഫലത്തിൽ എന്തോ ഒരു പാട് ഉണ്ടെന്ന് തോന്നി. ഈ പാട് കണ്ടുകൊണ്ട് രാജാവിനോട് മന്ത്രി പറഞ്ഞു, അങ്ങ് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കണം, അതിലെന്തോ 2 അടുത്തടുത്ത പാട് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ കാണുന്നത് സാധാരണ പാമ്പ് കൊത്തുമ്പോഴാണല്ലോ. അതുകൊണ്ട് അങ്ങ് കഴിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് എന്തെങ്കിലും നമുക്കൊന്ന് പരീക്ഷിച്ചതിന് ശേഷം രാജാവ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കത്തി കൊണ്ടുവന്ന് ഈ ഫലത്തിന്റെ അല്പം മുറിച്ച് പുറത്തേക്ക് അവിടെ ഒരു നായ നിൽപ്പുണ്ടായിരുന്നു, അതിനെ ഇട്ടുകൊടുത്തു. നായ ഓടി വന്ന് പെട്ടെന്ന് ആ ഫലത്തിന്റെ അല്പം ആ കഷ്ണം കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ, അതായത് നിമിഷങ്ങൾക്കകം, ആ നായ പിടച്ചും മരിച്ചു വീണു. ഇത് കണ്ട് സദസ്സിലുണ്ടായിരുന്നവരും ആ മന്ത്രിയും അതുപോലെ രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാരും എല്ലാവരും തത്തയ്ക്കെതിരെ ആക്രോശിച്ചു. അപ്പോൾ ഈ തത്ത രാജാവിനെ കൊല്ലാൻ വേണ്ടിയാണോ? ഇത് ഏതോ രാജാവിന്റെ ചാരന്മാർ തത്തയുടെ കയ്യിൽ കൊടുത്തു വിട്ടതാവാം ഈ ഫലം. ഇതാണോ ഈ തത്ത ചെയ്തത്? രാജാവിന് ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ആക്രോശം, ദേഷ്യം ഒക്കെ ഉണ്ടായിട്ട് രാജാവ് പെട്ടെന്ന് തന്റെ വാൾ വലിച്ചെടുത്ത് ഈ തത്തയുടെ കഴുത്ത് വെട്ടി. തത്ത മരിച്ചു വീണു. ഇത്രയും കഥ പറഞ്ഞിട്ട് രാജാവിന്റെ മകൻ തന്റെ പിതാവിനോട് ചോദിച്ചു, അച്ഛാ, ഈ തത്ത തെറ്റുകാരിയാണോ? ഈ തത്തയുടെ കഴുത്ത് വെട്ടി അതിനെ കൊല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നോ? രാജാവ് ഒരു നിമിഷം സ്തബ്ധനായി പോയി. കാരണം നമുക്കൊന്ന് ചിന്തിക്കാം, പെട്ടെന്നുള്ള ആ ക്ഷോഭത്തിലാണ് രാജാവ് ഈ തത്തയെ കഴുത്ത് വെട്ടിയത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതുപോലെ ആ ഫലം ഉടൻ തന്നെ അതെടുത്ത് വലിച്ചെറിയുകയും ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഫലം വീണെടുത്ത് നിന്നും ഒരു വൃക്ഷം വളർന്നു വരാൻ തുടങ്ങി.
ഈ അമൃതഫലത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയാണത്. പിന്നീടാണ് ഇതൊക്കെ രാജാവ് അറിയുന്നത്. അമൃതഫലത്തിന്റെ കായ വലിച്ചെറിഞ്ഞാൽ അത് വീഴുന്നിടത്ത് നിന്ന് പെട്ടെന്ന് തന്നെ അതൊരു വൻ വൃക്ഷമായി മാറുകയും അതിൽ ധാരാളം ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. രാജാവ് ഇത് കണ്ട് ആകെ വിഷണ്ണനായി. രാജാവിന്റെ മകൻ പിന്നെയും ചോദിച്ചു, അച്ഛാ, അച്ഛൻ ചെയ്തത് ശരിയായോ? അപ്പോഴും രാജാവിന് കുറ്റബോധം കൊണ്ട് മനസ്സിന് ആകെ വിഷമമായി. അങ്ങനെ ഒരു ദിവസം രാജാവ് ആ വരാന്തയിലൂടെ ഉലാത്തുമ്പോൾ ആ മരത്തിന്റെ ചുവട്ടിലേക്ക് ഒരു വൃദ്ധനായ യാചകൻ, വളരെ ക്ഷീണിതനായ ഒരു യാചകൻ നടന്നു വരുന്നത് കണ്ടു. അയാൾ ആ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. അപ്പോൾ ഒരു ഫലം ആ മരത്തിൽ നിന്നും താഴേക്ക് വീണു, അമൃതഫലം. രാജാവിന് പെട്ടെന്ന് വിളിച്ചു പറയണമെന്നുണ്ട്, അരുത്, അത് കഴിക്കരുത് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അതിനു മുമ്പേ ഈ യാചകൻ, ഈ വൃദ്ധനായ യാചകൻ അത് കഴിച്ചു കഴിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് രാജാവ് നോക്കുമ്പോൾ ഈ വൃദ്ധനായ യാചകൻ പെട്ടെന്ന് അതികോമളനായ, അതിസുന്ദരനായ ചെറുപ്പക്കാരനായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ രാജാവിന് മനസ്സിലായി, ഇത് തത്ത കൊണ്ടുവന്ന അമൃതഫലത്തിന്, ആ ഫലത്തിന്റെ മഹാത്മ്യം എത്രത്തോളം ഉണ്ടായിരുന്നു, ആ തത്തയെ കൊല്ലേണ്ടതായി താൻ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കുറ്റബോധം ആ രാജാവിനുണ്ടായി. രാജാവിന് മനസ്സിലായി, തന്റെ മകന്റെ ബുദ്ധിസാമർഥ്യം മനസ്സിലായി. അങ്ങനെ രാജാവ് മൂന്നാമത്തെ മകനെ തന്നെ അഭിഷേകം ചെയ്യുകയാണ്. രാജ്യാഭിഷേകം ചെയ്ത് ആ രാജകൊട്ടാരത്തിലെ രാജാവായി, ആ രാജ്യത്തെ രാജാവായി മൂന്നാമത്തെ മകനെ വാഴിച്ചു. നമുക്ക് മനസ്സിലാക്കാം, ഈ കഥയുടെ സാരാംശത്തിൽ നിന്നും നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന കോപം കൊണ്ട്, ക്രോധം കൊണ്ട് നമ്മൾ ഒരു പ്രവൃത്തിക്ക് പകരം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഭവിഷ്യത്ത് നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ കുറച്ചു നേരം നമ്മൾ സാവകാശം നമ്മുടെ ദേഷ്യം ഒന്ന് അടക്കിയതിനു ശേഷം ചിന്തിച്ചിട്ട് ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഭവിഷ്യത്തുകളോ നേരിടേണ്ടതായി വരികില്ല. കോപത്തെ നിയന്ത്രിക്കുക, ക്രോധത്തെ നിയന്ത്രിക്കുക. ക്രോധവും കോപവും ഒക്കെ നാശം മാത്രമേ വിതയ്ക്കൂ എന്നുള്ള പരമാർത്ഥമായ സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.